നിങ്ങളുടെ വീട്ടിലെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നുണ്ടെങ്കിൽ കിണറ്റിൽ വെള്ളം കോരി കുടിക്കുന്നവരെക്കാട്ടും പ്രിവിലേജ് ഉണ്ട് നിങ്ങൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലക്ഷങ്ങളോളം വരുന്ന ഇന്ത്യക്കാർ കിലോമീറ്ററുകളോളം നടന്നാണ് വെള്ളം കണ്ടെത്തുന്നത്. നിങ്ങൾ അവരെക്കാട്ടിലൊക്കെ വളരെ വളരെ പ്രിവിലേജ് ആണ്. ഈ പ്രിവിലേജ് എന്ന് പറയുന്നത് വളരെ ഫ്ലൂയിഡാണ്. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് സ്പെഷ്യലായി അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ആൻസി നിസൈഫ. ഇന്നത്തെ ടോപ്പിക്കാണ് പ്രിവിലേജ്. ഈ ടോപ്പിക്ക് എനിക്ക് എടുക്കാൻ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മമതയുടെ ഈയിടെയുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതെന്നെ വളരെ ഇമ്പാക്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നി. അതിനുശേഷം മല്ലു അനലിസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കി പ്രിവിലേജസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണം എന്ന് തോന്നിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ആ വീഡിയോയിൽ മമത പറഞ്ഞ ഇങ്ങനെയാണ്, ഈ വുമൻ എംപവർമെന്റ് കൂടി ഈ നാട്ടിലുള്ള ആൺകുട്ടികളൊക്കെ ഇനി അവരുടെയൊക്കെ ഗതികേടൊന്ന് ആലോചിക്കണം എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു മമത. അതുപോലെ തന്നെ പറഞ്ഞു, എനിക്ക് ഇന്നേ വരെ ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും മമത പറഞ്ഞു. അപ്പോൾ അതിനെ ഒരു പ്രിവിലേജ് ആണെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻ ഇതുവരെ അനുഭവിക്കേണ്ടി വന്നില്ല എന്നത് വളരെ നല്ല കാര്യമാണ്. അതിൽ ഒരു മമതയ്ക്ക് വളരെ പ്രിവിലേജ്ഡ് ആണ് മമത അതിൽ. എന്നിട്ട് മമത അതിനോട് പറയുന്നു, ഒറ്റ കുട്ടിയാണ് എന്ന് വെച്ചാൽ എന്താണ്, ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ല, ഒരാൾ മാത്രമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഡിഫറൻസ് കാണാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നത്, ആൺകുട്ടികളെ പോലെ തന്നെ ആണ് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതെന്ന്. അപ്പോൾ ആൺകുട്ടികളെ പോലെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അപ്പോൾ പെൺകുട്ടികളെ ഡിഫറെൻ്റ് ആയിട്ടാണ് വളർത്തുന്നത് എന്ന് മമതയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കോൺട്രഡിക്റ്റും ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലു അനലിസ്റ്റിൻ്റെ വീഡിയോ കണ്ടിരുന്നു. വളരെ നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മല്ലു അനലിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആണുങ്ങൾ ആയി ജനിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു പ്രിവിലേജ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഗുണം ഉണ്ടായതായി എനിക്ക് തോന്നിയിട്ടില്ല എന്ന്. ഉയർന്ന ജാതി ആയത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള കമന്റ്സിനെ പറ്റി മല്ലു അനലിസ്റ്റ് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഇതൊരു പ്രിവിലേജ് എന്തുമാത്രം ഉണ്ടെന്നുള്ളൊരു ടെസ്റ്റായിട്ട് വേണമെങ്കിൽ കണക്കാകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെന്നും പേപ്പറും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിവിലേജ് അളന്ന് നോക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു 30-30ലധികം ഫാക്ടേഴ്സാണ് ഈ പ്രിവിലേജിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പാരൻസ് വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം. നിങ്ങളുടെ പാരൻസ് ആഴ്ചയിൽ 5-6 ദിവസം വർക്ക് ചെയ്യുന്നവരാണോ? പാരൻസ് എന്ന് പറയുമ്പോൾ പാരൻസിൽ ഒരാളെങ്കിലും 5-6 ദിവസം വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ്, വീട് ചിലപ്പോൾ അത് വാടകയാവാം, അല്ലെങ്കിൽ ലോൺ അടയ്ക്കുന്നതാവാം, ഇതിൽ അതുപോലെ എന്തോ ആവട്ടെ, നിങ്ങളപ്പോൾ ഫുഡും വസ്ത്രം, നിങ്ങളെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നിറവേറ്റാൻ നിങ്ങളുടെ പാരൻസിന് ആഴ്ചയിൽ 5 ദിവസം എങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ മറ്റു പലർക്കുള്ള പല പ്രിവിലേജസും നിങ്ങൾക്കില്ല. പ്രിവിലേജ് എപ്പോഴും അത് മോണിറ്ററി ആവണമെന്നില്ല. ഈ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമയമാകട്ടെ, കുട്ടികളോട് സ്പെൻഡ് ചെയ്യാനുള്ള, കളിക്കാനുള്ള, അങ്ങനെയുള്ള എല്ലാം ഈ പ്രിവിലേജാണ്. മണി മാത്രമല്ല പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓൾറെഡി വളരെ പ്രിവിലേജ്ഡ് ആണ്. ഇനി 5 ദിവസത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ അവർക്ക് നിങ്ങളുടെ അത്ര പോലും പ്രിവിലേജസ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ പ്രിവിലേജ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ആഴ്ചയിൽ 2 ദിവസം പോലും വർക്ക് ചെയ്യേണ്ടാത്തവർ. ഇവരെ എല്ലാവരെയും കാട്ടിൽ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾക്ക് ആ പ്രിവിലേജ് ഉള്ളത് നിങ്ങളുടെ തെറ്റല്ല. ആ പ്രിവിലേജ് ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആ പ്രിവിലേജ് ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആ പ്രിവിലേജ് മറ്റൊരുത്തൻ്റെ നെഞ്ചി കയറിയിരുന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ലൈംഗിക ആക്രമണം കൂടാതെ ഫ്രീ ആയി സഞ്ചരിക്കാനുള്ള ധൈര്യം, നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടും എന്ന ഭയമില്ലാതെ, അല്ലെങ്കിൽ സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെടും എന്ന ഭയമില്ലാതെ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള പ്രിവിലേജ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ആ ഒരു ഭാഗ്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇല്ല. ഇതിൽ ഭൂരിഭാഗം ഇപ്പോൾ മമതയെ പോലുള്ളവർ, അല്ലെങ്കിൽ വളരെ ഹൈ ലെവൽ ക്ലാസ്സിൽ നിൽക്കുന്നവർക്കൊന്നും ഈ ഒരു പേടിയൊന്നും വേണ്ട കാര്യമില്ല. അവർ ഫ്ലൈറ്റിൽ ചെല്ലുന്നു, അവർക്ക് അറേഞ്ച് ചെയ്ത കാറിൽ അവർ ഹോട്ടലിലെത്തുന്നു, അപ്പോൾ അവർ എന്നിട്ട് ഹോട്ടലിൽ നിന്നുള്ള വെക്കേഷൻസിന് അവർ കൊണ്ടുപോകുന്നു, ഇങ്ങനെ. അപ്പം അങ്ങനെയുള്ള അതൊരു പ്രിവിലേജ്ഡ് ആണ്.
ഇപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാരാണെങ്കിൽ ഒരു ഫീമെയിൽ ട്രാവലറാണെന്ന് വെച്ചാൽ സോളോ ഫീമെയിൽ ട്രാവലർ സാധാ കുടുംബത്തിൽ വന്ന് വളരെ റിച്ച് അല്ലാത്ത ഒരു കുട്ടിയാണെന്ന് കരുതുക. അവള് പോകുന്നത് ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റിൽ കയറി, കാറിൽ കയറി, ടാക്സിയിൽ കയറി, ഹോട്ടലിൽ കയറി അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പലപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരിക്കാം. വിചാരിക്കാത്ത സമയത്ത് ബസ് കിട്ടാണ്ടാകാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടാണ്ടാകാം. പല കാര്യങ്ങൾ കാരണം എവിടെയും സ്റ്റക്കായി പോവാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോട്ടൽസ് സേഫ് ആണെന്നല്ല എങ്കിലും നല്ല ഹോട്ടൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധാരണ ലോഡ്ജ് മുറിയിൽ താമസിക്കേണ്ടി വരാം. ഇപ്പൊ ഓരോ നിമിഷവും അവർ പേടിയിലായിരിക്കും ജീവിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിനോട് സ്നേഹം പബ്ലിക്കായി കാണിക്കാൻ പറ്റുമെങ്കിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് പ്ലേസിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൈകോർത്ത് അല്ലെങ്കിൽ പാർട്ട്ണറിനെ ഒരു ഉമ്മ വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, ആ ഒരു പ്രിവിലേജ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. സദാചാരം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെയിം സെക്സിലുള്ള ഒരു പാർട്ട്ണറിന്റെ കൈകോർത്ത് പിടിക്കാനും ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ ഇന്ത്യയെ മാത്രം കൺസിഡർ ചെയ്യരുത് പറയുമ്പോൾ. ഈ അറബിക് കൺട്രീസിൽ നിന്ന് നിങ്ങൾ നോക്കണം, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ മതം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ ഈ യൂറോപ്പിൽ തന്നെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും യൂറോപ്പ് ഭയങ്കര യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വേറെയാണ്, ഗേ മാരേജസ് ഉണ്ട് എന്ന് പറഞ്ഞാലും റിലീജിയസ് ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ഗേ കപ്പിൾസിനൊക്കെ അനുഭവിക്കാവുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രിവിലേജ് എടുക്കുമ്പോഴും നമ്മൾ ഈ ലോകം മുഴുവൻ ചിന്തിക്കണം. ഇപ്പൊ നമ്മുടെ സദാചാര ലോകത്ത് ആണിനും പെണ്ണിനും തന്നെ കൈ പിടിച്ച് കിടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉമ്മ വയ്ക്കാൻ പറ്റുന്നില്ല പബ്ലിക്കിൽ. അപ്പോൾ നിങ്ങൾ ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കണം. അവരുടെ അവസ്ഥ എന്തുമാത്രം സങ്കീർണമാണ് എന്നുള്ളത്. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണോ പെണ്ണോ ആണെങ്കിൽ നിങ്ങൾ വളരെ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾക്കുള്ള ശാരീരികവും മാനസികവുമായ കുറവുകൾ. അടുത്തത്, നിങ്ങൾക്ക് ഫിസിക്കലോ മെന്റലി ആയോ അല്ല ഡിസബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഈ ഫിസിക്കലിയോ മെന്റലിയോ ഒരു ഡിസബിലിറ്റി ഉണ്ടായ ഒരാൾ ഒരിക്കലും അയാളുടെ പ്രിവിലേജ് നിങ്ങൾക്ക് ഒപ്പം എത്തുന്നില്ല. എത്താൻ പറ്റാത്തത് അവരുടെ ഡിസബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് പല കാര്യങ്ങളിലും പല ജോബുകളിലൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലെസ് പ്രിവിലേജ്ഡ് ആണ്. അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എന്താണ്, ഇന്ത്യൻ ആർമിയിൽ കാലും കൈയും കണ്ണും കാണാത്ത ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ. എനിക്ക് വളരെ വിഷമമാണ്. കാരണം ഇവർക്കൊന്നും നിങ്ങൾക്കുള്ള പ്രിവിലേജസ് ഇല്ല. അപ്പോൾ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ അതിൽ ഗവൺമെന്റ് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്താണ് അവരെ ഉയർത്തുകൊണ്ട് വരാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു പ്രൊഫഷണലിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സ്വന്തമായൊരു കമ്പനിയുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ താല്പര്യപ്പെടത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഗവൺമെന്റെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ അവർക്ക് വേണ്ടി. അവർ ലെസ് പ്രിവിലേജ്ഡ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭാഷകളിലുള്ള പ്രാവീണ്യം. അടുത്ത പറയാൻ പോകുന്ന പലരും വിചാരിക്കുക ഇതിലെന്താ കാര്യമെന്ന്. ഇതിൽ ഒരുപാട് കാര്യമുണ്ട്. ഇത് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുടെ അറിവുകളും വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ മലയാളം അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് അറിയാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്ന രീതികളും മലയാളികൾ പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ആ ഒരു കൊച്ചു കേരളത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ലോകം എന്ന് വിചാരിച്ച് വിശ്വസിക്കും. പല ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല. വീഡിയോസ് ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ തന്നെ മലയാളം മാത്രം. പലരും എൻ്റെ വീഡിയോസിന് കമന്റ് ഇടുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ മലയാളത്തിൽ ഉണ്ടായത്. പല ലാംഗ്വേജസിലും കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസ് ഒന്നും മലയാളത്തിലില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷും മറ്റു ലാംഗ്വേജുകൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാം, മെഡിസിൻ പഠിക്കാം, നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ലാംഗ്വേജിന്റെ പ്രശ്നത്തിൽ വരും. പ്രൊഫഷണൽ കോഴ്സസ് എല്ലാം തന്നെ ഇംഗ്ലീഷിലായതുകൊണ്ട് അവർക്ക് വളരെ വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട്. നിങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് വളർന്നു വന്നത് നിങ്ങളെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. ഈ ലോകത്തെ പല കുട്ടികളും അവരുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാതെയാണ് വളർന്നു വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള കുട്ടികളായിക്കോട്ടെ, അവർക്ക് വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ട് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ തന്നെ കുറച്ച് പഠിക്കാൻ ഇച്ചിരി പുറകിലോട്ടുള്ള കുട്ടികളായിക്കോട്ടെ, അവർക്ക്
ഒരിക്കലും പാരൻസ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, അത് ഇത് എപ്പോഴും കുറ്റങ്ങൾ കേട്ടായിരിക്കും അവർ വളരുന്നത്. പിന്നെ ചെറുതിലെ തന്നെ പാരൻസിനെ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ പാരൻസിൻ്റെ കെയറോട് കൂടി ജീവിച്ച് വളരാൻ കഴിയാത്ത, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള കുട്ടികൾ നിങ്ങളെക്കാട്ടിൽ വളരെ ലെസ് പ്രിവിലേജ്ഡ് ആണ്. ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് വളരെ റിലീജിയസ് ആയിട്ടുള്ള പാരൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ റിലീജിയൻ അനുസരിച്ചല്ല ജീവിക്കുന്നത് എങ്കിൽ എല്ലാവർക്കും സപ്പോർട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാരൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കാം, പക്ഷേ ബാക്കിയുള്ള ആൾക്കാരുടെ പ്രഷർ കാരണം ഫാമിലിക്ക് നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകും. നാണക്കേട്. പിന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കുണ്ടായ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്ന വീട് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടാൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഡ്രസ്സ്, അയ്യേ എൻ്റെ ഫ്രണ്ട്സിനുള്ള ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് എനിക്കൊരു ഷെയിം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുന്നതിൽ നിങ്ങൾക്ക് ഷെയിം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ വളരെ പ്രിവിലേജ്ഡ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നില്ല എങ്കിൽ. പിന്നെ നിങ്ങളുടെ മതവിശ്വാസങ്ങൾ കാരണം നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്ന ഒരു രീതി വളരെ വ്യത്യാസമാണെങ്കിൽ, നിങ്ങളുടെ മതവിശ്വാസമാകാം, നിങ്ങളുടെ ജാതിയാവാം, നിങ്ങളുടെ കളറാവാം, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ നോക്കുന്ന പോലെയല്ല നിങ്ങളെ നോക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വേറെ കളറിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല നിങ്ങളെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. ഇഷ്ടപ്പെടുന്ന ആളിനെ ലീഗലി കല്യാണം കഴിക്കാൻ പറ്റുക. നിങ്ങളിപ്പോൾ ഒരാളെ കല്യാണം കഴിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ, നിയമപരമായി കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. സൊസൈറ്റി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ഉള്ള നിയമങ്ങൾ ഉള്ള ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ നാഷണാലിറ്റി. ഇന്ത്യ ഒരു തേർഡ് വേൾഡ് കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ പല പ്രിവിലേജസും ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ആയ ഡെവലപ്ഡ് കൺട്രീസ്, യൂറോപ്പിലുള്ള ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ്, അല്ലെങ്കിൽ US, അല്ലെങ്കിൽ ഇങ്ങനെ പല പല ഡെവലപ്ഡ് കൺട്രീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി നമുക്ക് ലെസ് പ്രിവിലേജ് ആണ്. കാരണം നമ്മുടെ രാജ്യത്തുള്ള അവസരങ്ങളും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവാണ്. നിങ്ങൾ എത്ര കഴിവുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലും എത്തപ്പെടാൻ പറ്റാത്തത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്ന് കരുതി നമ്മളുടെ രാജ്യത്തെക്കാട്ടി ലെസ് പ്രിവിലേജ്ഡ് ആയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. വാർ സോണിൽ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ബേസിക് ഫുഡ് പോലും കിട്ടാത്ത ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രിവിലേജ്ഡ് ആണ്. ഇന്ത്യയിൽ തന്നെ ബോർഡറിൽ നടക്കുന്ന ഇപ്പം തന്നെ നമ്മുടെ ഈ CAA അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും നിയമപരിഷ്കാരങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നാഷണാലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബോർഡറുകളിലായി പോയ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇവിടെയും പേപ്പറല്ല, അപ്പുറത്താണ് അവിടെയും പേപ്പറല്ല, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു നാഷണാലിറ്റി ഇല്ലാതെ ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇല്ലാണ്ടായാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി പ്രിവിലേജ്ഡിൻ്റെ നിങ്ങൾ അതിൻ്റെ ഒരു ലക്ഷറി എൻജോയ് ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾ ഇതുവരെ ഡിവോഴ്സിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ പാരൻസ് ഇപ്പോഴും ഒരുമിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഒരിക്കലും ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എങ്കിൽ, നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ആ ഒരു ഡിവോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുട്ടിയെ എങ്ങനെയെല്ലാം ബാധിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. പോഷകാഹാരങ്ങൾ. ഹെൽത്തി ആയ ഫുഡെല്ലാം കഴിച്ചാണ് വളർന്നതെങ്കിൽ, അതായത് നിങ്ങൾ പച്ചക്കറികളും മീനും മുട്ടയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു കഴിക്കാൻ, നിങ്ങൾ ഇതൊക്കെ കഴിച്ച് തന്നെയാണ് വളർന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. നമ്മൾ ഇന്ത്യയിലെ ഭൂരിഭാഗം കുട്ടികളും പോഷകാഹാരങ്ങൾ ഒന്നും തന്നെ കിട്ടാതെയാണ് വളരുന്നത്. നിങ്ങൾക്ക് അതെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. നിങ്ങളുടെ കഴിവുകളും അവസരങ്ങളും. നിങ്ങളുടെ ജാതിയുടെയും മതത്തിൻ്റെയും പ്രിവിലേജസ് ഒന്നും കൂടാതെയാണ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇതുവരെ എത്തി. നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ ഇതുവരെ എത്തിയെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. ഒരു റിസർവേഷനോ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി വന്നില്ല നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ എത്താനെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. നിയമങ്ങൾ.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പേടിക്കാതെ നിങ്ങൾക്ക് പോലീസിനെ വിളിച്ച് ആ ഒരു ഹെൽപ്പ് ആവശ്യപ്പെടാം. പിന്നെ ഒന്നും പേടിക്കേണ്ട എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. സമൂഹത്തിലുള്ള വില. നിങ്ങളുടെ ജാതി, സോഷ്യൽ സ്റ്റേറ്റസ്, സാമ്പത്തികമായ സിറ്റുവേഷൻസ് ഒന്നും തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ സ്കൂളിലോ ഒന്നും നിങ്ങളെ അലട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. പഠിക്കാനായുള്ള ലോൺ. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതെ തന്നെയാണ് ഇതുവരെയും പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. മതം. നിങ്ങളുടെ മതപരമായ ഹോളിഡേയ്സ് വർഷത്തിൽ 3 അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. ജോലിയും പഠനവും ഒരുമിച്ച്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ ജോലിയും ചെയ്യേണ്ടിയിരുന്നില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുക. രാത്രി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു വരാൻ യാതൊരു ഭയവുമില്ലാതെ നടന്നു വരാമെങ്കിൽ, നിങ്ങളത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. സമൂഹത്തിൽ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ ഡിസബിലിറ്റി എന്നിവയെല്ലാം ആക്യുറേറ്റായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സൊസൈറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. ഫിനാൻഷ്യലി പാരൻസിൽ നിന്നുള്ള ഹെൽപ്പ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളിൽ കളിയാക്കപ്പെടൽ. നിങ്ങൾക്ക് സ്വയം മാറ്റാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളെ ആരും കളിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടായ കളിപ്പാട്ടങ്ങളുടെയോ പുസ്തകങ്ങളുടെയോ എണ്ണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും 10 എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങളുടെ പാരൻസിൻ്റെ വിദ്യാഭ്യാസം. നിങ്ങളുടെ പാരൻസ് ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങളുടെ പാരൻസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ഫാമിലി വെക്കേഷൻ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഫാമിലിയുമായി വെക്കേഷന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഡിന്നർ കഴിക്കാൻ പുറത്തു പോകാനും ഒക്കെ കഴിയുമെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. റെക്കമെൻഡേഷൻ. നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ വഴി റെക്കമെൻഡേഷൻ വഴി നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. പാരൻസിൻ്റെ ജോബ് നഷ്ടപ്പെടൽ. നിങ്ങളുടെ പാരൻസിന് ഒരിക്കൽ പോലും ജോലി നഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിവിലേജ്ഡ് ആണ്. നിങ്ങളെ പറ്റിയുള്ള ജോക്ക്. നിങ്ങളുടെ ജാതി, മതം, അപ്പിയറൻസ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നിവയെ പറ്റി ആൾക്കാർ കളിയാക്കുന്നു. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഭയം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയം വന്നിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം. നിങ്ങൾ ഒരു യുദ്ധഭൂമിയിലല്ല ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ്. നിങ്ങൾക്ക് സ്വന്തമായി കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും യൂസ് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്ഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പല പ്രിവിലേജും ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ പ്രിവിലേജ് ഉള്ളത് നിങ്ങളുടെ തെറ്റല്ല. ആ പ്രിവിലേജ് ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആ പ്രിവിലേജ് ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആ പ്രിവിലേജ് മറ്റൊരുത്തൻ്റെ നെഞ്ചി കയറിയിരുന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്കോർ അറിയാൻ ആകാംക്ഷയുണ്ട്. കമൻസിലൂടെ അറിയിക്കുമല്ലോ.